സൗന്ദര്യരാഗം എന്നറിയപ്പെടുന്നതിൽ ഒട്ടേറെ രോഗങ്ങൾക്ക് ഒറ്റമൂലിയായും സൗന്ദര്യവർദ്ധക വസ്തുവായും ഒക്കെ ഉപയോഗിക്കുന്നു. ജനിച്ചയുടൻ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനു മുൻപേ നാവിൽ തൊട്ടു നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരുപോലെ ഊർജ്ജദായകമായ ഭക്ഷണമാണ്. പൂക്കളിൽ നിന്നും പുഷ്പേതര ഗ്രന്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന മധു തേനീച്ചയുടെ ദഹനവ്യൂഹത്തിൽ നിന്ന് സ്രവിക്കുന്ന എൻസൈമുകളുടെ സഹായത്തോടെ മധുവിലുള്ള സുക്രോസിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നീ ലഘു പലഹാരങ്ങളാക്കി തേനറകൾ സൂക്ഷിക്കുന്നു. ഈ ലായനിയിൽ 90% ജലാംശം അപ്പോൾ ഉണ്ടായിരിക്കും. ഈ ലായനിയിൽ തേനീച്ചകൾ വദനഭാഗത്തുള്ള ഗ്ലോസ വേഗത്തിൽ ചലിപ്പിച്ച് ജലാംശം വറ്റിച്ച് 17 മുതൽ 22% മാത്രം ഉള്ളതാക്കി മാറ്റുന്നു. പഞ്ചസാരകൾ കൂടാതെ പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ, ധാതുക്കൾ, വിറ്റാമിനുകൾ, മൂലകങ്ങൾ, ആന്റിബയോട്ടിക്സ്, വർണ്ണവസ്തുക്കൾ എന്നിവയും തേനിൽ അടങ്ങിയിട്ടുണ്ട്. ട്രൈഗോണൽ എഡിപ്പിനിസ് എന്ന ഇനമാണ് പൊതുവെ ഇന്ത്യയിൽ കാണുന്ന ചെറുതേനീച്ചകൾ. ഇവ സംഭരിക്കുന്നതാണ് ചെറുതേനായി നമുക്ക് ലഭിക്കുന്നത്. ഔഷധഗുണം കൂടുതലും ഉയർന്ന വിലയിൽ ലഭിക്കുമെങ്കിലും ഉൽപാദനം കുറവായതുകൊണ്ട് തേനീച്ച കർഷകർ ആശ്രയിക്കുന്നത് ഞൊടിയ തേനീച്ച അഥവാ വൻ തേനീച്ചകളെയാണ്. എപ്പിസ് സെറാന ഇൻഡിക്ക അഥവാ മുടിയൻ തേനീച്ച, എപ്പിസ് മെലിഫറ അഥവാ ഇറ്റാലിയൻ തേനീച്ച എന്നിവയാണ് ചെറുതേനീച്ചയല്ലാതെ ഇവിടെ കാണുന്ന മറ്റിനം തേനീച്ചകൾ. എന്നാൽ ഇവിടെ നിമ്മിജിസ് എന്ന യുവ കർഷക 50 പെട്ടി ചെറുതേനീച്ചയും 400 പെട്ടി വൻ തേനീച്ചകളെയും വളർത്തുന്നു. തടിപ്പെട്ടി, മുളങ്കൂട്, മൺകലം തുടങ്ങിയവയിലൊക്കെ ചെറുതേനീച്ചയെ വളർത്താം. ഒറ്റയറയുള്ള തടിപ്പെട്ടി വാങ്ങാൻ ലഭിക്കും. ഒരു വശത്തെ പ്രവേശനദ്വാരം നിലനിർത്തി ചുറ്റും മെഴുകുകൊണ്ടടയ്ക്കുക. പെട്ടി തോട്ടങ്ങളിൽ പല ഭാഗത്തായി വെച്ചുകൊടുക്കുക. വണ്ണമുള്ള മുയുടെ 2-3 മുട്ട നീളത്തിൽ മുട്ടെടുത്ത് 2ആയി പിളർക്കുക. ഉൾഭാഗത്തുള്ള മുട്ടകൾ എടുത്തു കളയുക. ഇവിടെയും പ്രവേശനദ്വാരം നിലനിർത്തി ബാക്കി ഭാഗം മെഴുകുകൊണ്ടടച്ച് ഒരു കയർ കൊണ്ട് കെട്ടി ഷെഡുകളുടെ അരികിൽ തൂക്കിയിട്ട് വളർത്താം. കൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോ വീതം വെച്ച് തേൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് 100-400 പെട്ടികളുണ്ട്. കോട്സിൻ്റെ കീഴിലുള്ള തേനീച്ച പരിശീലന പരിപാടിയിൽ പങ്കെടുത്താണ് ഞാൻ തേനീച്ചയുടെ കൃഷി പഠിച്ചത്. ഞാൻ വരുന്നതിന് മുമ്പ് തൊട്ട് വീട്ടിൽ തേനീച്ച കൃഷി ഉണ്ടായിരുന്നു. വന്നതിന് ശേഷം അതിൽ പഠിച്ചു. ഇപ്പോൾ ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് 100-400 പെട്ടികളുണ്ട്. പല പറമ്പുകളിലായിട്ടാണ് വെക്കുന്നത്. ഒരു പെട്ടിയിൽ നിന്ന് ഏകദേശം 15 കിലോയോളം തേൻ കിട്ടുന്നുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കോട്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവർ വിലയായി വാങ്ങും, നല്ല വിലയ്ക്ക് തന്നെ വാങ്ങുന്നുണ്ട്. അവർ കോളനിയും വാങ്ങും, അതുപോലെ തന്നെ മെഴുകും നല്ല വിലയ്ക്ക് എടുക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും സ്ത്രീകൾക്ക് വലിയ അധ്വാനമില്ലാതെ ആദായകരമായിട്ട് വിജയകരമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു കൃഷി രീതിയാണ് തേനീച്ച വളർത്തൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെറുതേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസമാണ് തേനെടുക്കാൻ ഉത്തമം. തേനെടുക്കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി തേൻ ശേഖരിക്കാൻ ഈച്ചകൾക്ക് സമയം ലഭിച്ചില്ലെങ്കിൽ വർഷകാലത്ത് അവർക്ക് വേണ്ട കരുതൽ ശിഖരം ഇല്ലാതെ പോകും. തേൻ ശേഖരിക്കാനായി കൂടെടുത്ത് പുറം വൃത്തിയാക്കിയ ശേഷം കൂടിന് പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കുക. മിക്കവാറും ഈച്ചകൾ ഈ സമയത്ത് പുറത്തു ചാടും. ഈ സമയം കൂടെടുത്ത് കുറച്ചകലത്തേക്ക് മാറ്റുക. പെട്ടി തുറക്കുമ്പോഴും തേൻ എടുക്കുമ്പോഴും റാണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ചെറുതേൻ എടുക്കുമ്പോൾ തേനറുകൾ മാത്രം ഒരു തവി ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. തേനെടുക്കുമ്പോൾ
കൂട്ടിനുള്ളിൽ പൊട്ടിവീഴുന്ന തേൻ ആവുന്നത്ര കോരിവെക്കുക. ഒരു സ്റ്റീൽ ചരുവത്തിൽ ഇഴയകലമുള്ള തുണി കെട്ടി എടുക്കുന്ന തേനറകൾ അതിലേക്ക് വെക്കുക. മറ്റൊരു പാത്രം കൊണ്ട് മൂടി 1-2 ദിവസം ചെറുവെയിലത്ത് വെച്ചാൽ തേൻ തനിയെ താഴേക്ക് ഊർന്നു വീഴും. ഇത് അരിച്ച് കുപ്പിയിലാക്കി വിപണനം നടത്താം. തുണിയിൽ അവശേഷിക്കുന്നവ ഒരു കാരണവശാലും പിഴിഞ്ഞെടുക്കരുത്. പിഴിഞ്ഞാൽ അതിലുള്ള ഈച്ച, മുട്ട, പൂമ്പൊടിയെല്ലാം തേനിൽ കലരുകയും പെട്ടെന്ന് തേൻ കേടാകുകയും ചെയ്യും. കോളനി വിൽപ്പനയിലൂടെയും കർഷകന് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. വിഭജിക്കാൻ ഉദ്ദേശിക്കുന്ന കൂട് തുറന്ന് അവയിൽ നിന്ന് പാതി മുട്ടയും പൂമ്പൊടിയും 2-3 തേൻകട്ടയും ശ്രദ്ധയോടെ പുതിയ കൂട്ടിലേക്ക് മാറ്റണം. റാണീച്ച പഴയ കൂട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. തുറന്ന കൂടിന്റെ വാതിലിന്റെ അടുത്തുള്ളത് പൂമ്പൊടിയും അത് കഴിഞ്ഞ് കാണുന്നത് മുട്ടയും ഏറ്റവും പിറകിലായി തേനറയും എന്ന ക്രമത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്. പുതുതായി വിഭജിച്ചെടുത്ത കൂട് പ്രവേശനദ്വാരം പഴയ കൂടിയിരുന്ന അതേ ദിശയിലാക്കി അതേ സ്ഥലത്ത് വെക്കുക. പഴയ കൂട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടുക. ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് കോളനി പിടിക്കാൻ ഏറ്റവും നല്ലത്. ട്യൂബ് ഘടിപ്പിച്ച് ഈച്ചയെ കൂട്ടിലാക്കിയും പുതിയ കോളനി നിർമ്മിക്കാൻ സാധിക്കും. ഭിത്തിയുടെ മൂലയിലോ മരത്തിന്റെ പൊത്തിലോ ഒക്കെയുള്ള തേനീച്ചകളെ ഒരു ട്യൂബ് വഴി കുപ്പിയിലോ പെട്ടിയിലോ ഒക്കെ ആക്കിയെടുക്കാൻ സാധിക്കും. ഫെറൽ കോളനിയിൽ നിന്ന് പുറത്തു വരുന്ന തേനീച്ചകൾ പ്ലാസ്റ്റിക് ട്യൂബിലൂടെ പെട്ടിയുടെ മറുവശത്തുള്ള ദ്വാരം വഴിയേ പുറത്തു പോകാവൂ. ഇങ്ങനെയായാൽ 6 മാസം കൊണ്ട് പുതിയ പെട്ടിയിൽ പുതിയ റാണി ഉൾപ്പെടെയുള്ള കൂടായി മാറും. ഇവിടെ നിരവധി കർഷകർ ഇത് ഉപജീവന മാർഗമായി വരികയും കോട്സിൻ്റെ നേതൃത്വത്തിൽ വളരെ അധികം കർഷകർ ഇതൊരു ഉപജീവന മാർഗമായി കൊണ്ടുവരികയും അതിനുശേഷം വളരെയധികം ആളുകൾ മുന്നോട്ട് വരികയും അതിന് പ്രകാരം ഒരു സീസണിൽ 49 ടണ്ണോളം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്തായി ഈ ഉടുമ്പന്നൂർ പഞ്ചായത്തിനെ മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിന് കോട്സിൻ്റെയും മറ്റ് അനുബന്ധ റബ്ബർ ബോർഡ്, കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹായ സഹകരണങ്ങളുണ്ട്. എങ്കിലും നിരവധി ആളുകൾ ഇത് വീണ്ടും വീണ്ടും ഇതിലേക്ക് താല്പര്യമായിട്ട് വരുന്നതുകൊണ്ട് തുടങ്ങിയ വർഷത്തേക്കായി കൂടുതൽ ഓരോ വർഷവും ഉൽപ്പാദനം കൂടിക്കൂടി വരുന്ന ഒരു പഞ്ചായത്തായിട്ട് ഉടുമ്പന്നൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് ഈ ഉടുമ്പന്നൂർ കൃഷിഭവനെ ഇത്രയും മാറ്റുന്നതിൽ, ഇത്രയും വലിയ ഒരു ജൈവ തേൻ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടി നിസ്തുലമായ സേവനങ്ങൾ വെച്ച നിരവധി ആളുകളുണ്ട്. അവർ അതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. വിവിധ സബ്സിഡികൾ കിട്ടാൻ വേണ്ടി റബ്ബർ ബോർഡിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ സബ്സിഡി കിട്ടാൻ വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറുതേനീച്ചയിൽ നിന്ന് വ്യത്യസ്തമായാണ് വൻതേനീച്ച അല്ലെങ്കിൽ ഞൊടിയ തേനീച്ച എന്ന് സംഭരിക്കുന്നത്. ഉടുമ്പന്നൂരിൽ കൂടുതൽ ഞൊടിയ തേനീച്ചകളെയാണ് വളർത്തുന്നത്. കൂടുതൽ 4 അറകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള അറയിലെ തേൻ എടുക്കാറില്ല. അതിലാണ് റാണീച്ച മുട്ടയിടുന്നത്. ആകൃതിയിലുള്ള അറ നിർമ്മിച്ച് അതിലാണ് തേൻ ചെയ്യുന്നത്. റബ്ബർ തോട്ടത്തിനിടയിലായി 1 ഏക്കറിൽ 30 പെട്ടി എന്ന കണക്കിന് സ്ഥാപിച്ചിരിക്കുന്നു. 2.5 അടി പൊക്കത്തിലുള്ള ഒരു തൂണിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലാണ് ഈ പെട്ടി വയ്ക്കുന്നത്. പെട്ടിയുടെ താഴെയായി ഉറുമ്പ് കയറാതിരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും.
വർഷകാലത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ പെട്ടിയുടെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ട് കെട്ടിവയ്ക്കും. ഡിസംബറിൽ റബ്ബറിന്റെ ഇല പൊഴിച്ചു കഴിഞ്ഞ് തളിരില വരുന്ന സമയമാണ് ജാനുവരി. അതുകൊണ്ട് തന്നെ ജാനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഒരു തേൻകാലം. ഈ സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം തേൻ എടുക്കാൻ സാധിക്കും. ഒരു പെട്ടിയിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ 1.5 കുപ്പി തേൻ ലഭിക്കാറുണ്ട്. ഈ കർഷക 3 റബ്ബർ തോട്ടങ്ങളിലായി 400 പെട്ടികളാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു തേൻകാലത്തിൽ 4 ടണ്ണിലധികം തേൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. തേൻ എടുക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. പെട്ടിയുടെ മുകളിലത്തെ അടപ്പ് തുറന്ന് തൊട്ട് താഴെയിരിക്കുന്ന പെട്ടിയിലെ റാഗലുകൾ എടുക്കുമ്പോൾ സ്മോക്കർ ഉപയോഗിച്ച് ഈച്ചകളെ അകറ്റി വൃത്തിയുള്ള പാത്രത്തിലേക്ക് റാഗലുകൾ വയ്ക്കുന്നു. തേനിറയുടെ 2 ഭാഗവും ഒരു കത്തി ഉപയോഗിച്ച് കട്ടി കുറച്ച് ചെത്തി റാഗൽ ഹണി എക്സ്ട്രാക്ടറിലേക്ക് വയ്ക്കും. എക്സ്ട്രാക്ടർ സാവധാനം കറക്കുമ്പോൾ തേനെല്ലാം ഇതിലേക്ക് വീഴും. എക്സ്ട്രാക്ടറിലുള്ള തേൻ അരിച്ചെടുത്ത് ചെറുവെയിലിൽ ചൂടാക്കി കുപ്പിയിൽ നിറച്ച് വിപണനം നടത്തും. (2006) മുതൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ തേനീച്ച വളർത്തൽ പരിശീലന രംഗത്തേക്ക് കർഷകർക്ക് പരിശീലനം കൊടുക്കുകയും അവർക്ക് ആവശ്യമായി വരുന്ന തേനീച്ച കോളനികളും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി ഈ ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഒരു ജൈവ തേൻ ഗ്രാമം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. ഇന്നിപ്പം അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ് ഉടുമ്പന്നൂരിൽ. ഇപ്പോൾ ഇവിടുത്തെ തേൻ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ കർഷകർക്ക് എല്ലാ വർഷവും ഏതാണ്ട് ഒരു തേനീച്ച കോളനിയിൽ നിന്ന് 10 കിലോ മുതൽ 15 കിലോ വരെ തേൻ ലഭിക്കുന്നു. 500 തേനീച്ച കോളനിയുള്ള കർഷകരും ഈ പഞ്ചായത്തിലുണ്ട്. 850 കർഷകരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. നിരവധി വനിതകളും ഈ രംഗത്ത് കൃഷി ചെയ്തു വരുന്നു. തേനീച്ച കൃഷി വളരെയേറെ ലാഭകരമായ ഒരു തൊഴിലാണ്. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉൽപ്പാദനം ഏറ്റവും വളരെ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കോളനിയുടെ നിലനിൽപ്പിന് റാണി ഈച്ച അത്യാവശ്യമാണ്. വേലക്കാരി ഈച്ചകൾ പിറക്കേണ്ടിയിരുന്ന അറകൾ വലുതാക്കി അതിലെ ലാർവയ്ക്ക് റോയൽ ജെല്ലി നൽകി റാണിയാക്കി മാറ്റും. വേലക്കാരി ഈച്ചയുടെ തലയുള്ള ഹൈപ്പോഫാൻജൽ ആൻഡ് മാൻഡിബുലർ ഗ്ലാസ് ഉൽപ്പാദിക്കുന്നതാണ് ഈ ജെല്ലി. ഇത് കഴിച്ച് വളർന്നു വരുന്ന റാണിക്ക് വലിപ്പം, ആയുസ്, കോടിക്കണക്കിന് മുട്ടയിടാനുള്ള കഴിവ് എല്ലാം ലഭിക്കുന്നു. വേലക്കാരീച്ചകൾ 60 മുതൽ 80 ദിവസം വരെ ജീവിക്കുമ്പോൾ റാണിയിട്ട് 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കുകയും അനുകൂല സാഹചര്യത്തിൽ ദിവസം 80 മുതൽ 100 മുട്ടകൾ വയ്ക്കുകയും ചെയ്യും. എന്നാൽ ഈ രീതി ചെറുതേനീച്ചയ്ക്ക് സാധ്യമല്ല. ഇവിടെ മുൻപിരിഞ്ഞ് പുറത്തു വരുന്നത് വരെയുള്ള ആഹാരം ഒന്നിച്ച് നിറച്ച് അറയടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇണചേരാത്ത റാണി അഥവാ ഗൈനി കൂട്ടിലുണ്ടെങ്കിൽ റാണിയാക്കുകയോ റാണിമുട്ടിയുണ്ടെങ്കിൽ വിരിയിച്ചെടുക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. ഞൊടിയൽ തേനീച്ചയുടെ കോളനി വിഭജനം വളരെ എളുപ്പമാണ്. അറയിലെ ഒന്നിടവിട്ട റാഗലുകൾ എടുത്ത് പുതിയ പെട്ടിയിൽ വയ്ക്കും. അതിന്റെ പകരം പുതിയ ഫ്രെയിമുകൾ വെച്ചു കൊടുക്കും. ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി വഴി പെട്ടി ലഭ്യമാകും. ഈച്ചയോടെയുള്ള പെട്ടി സൊസൈറ്റി തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടി ഒന്നിന് 350 രൂപയും കർഷകർക്ക് നൽകും. 3 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം ഇവ തിളപ്പിച്ച് ഇതിലേക്ക് കുറച്ച് പച്ചമഞ്ഞളും തുളസിയും കൂടി വീണ്ടും തിളപ്പിക്കുന്നു. ആറിയ ശേഷം അരിച്ചെടുത്ത് ചിരട്ടയിലാക്കി കൂടിന്റെ മുകളിലത്തെ അറയിൽ വെച്ച് കൊടുക്കും. 2 മണിക്കൂർ കൊണ്ട് ഇത് ഈച്ച ഭക്ഷിച്ചിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വംശവർദ്ധനവ് നടക്കുന്നത്. ഇതിന് ഈ സമയത്ത് ധാരാളം തീറ്റ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോളനി പിരിക്കാൻ ഉദ്ദേശമുള്ളവർ തീർച്ചയായും മെയ് മാസം മുതൽ ഡിസംബർ വരെ ഈച്ചകൾക്ക് പ്രത്യേകം ഭക്ഷണം നൽകേണ്ടതുണ്ട്. തേനെടുക്കുമ്പോൾ
ചെത്തിയെടുക്കുന്ന മെഴുക് വെള്ളത്തിലിട്ട് ഉരുക്കി തണുപ്പിച്ച് ഷീറ്റാക്കിയെടുക്കും. ഇതും കർഷകർക്ക് അധിക വരുമാനമാണ്. 1 കിലോ 350 രൂപ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. 10 വർഷം പഴക്കമുള്ള ഒരു റബ്ബർ മരത്തിൽ നിന്ന് ഒരു സീസണിൽ 4 ലിറ്റർ തേൻ ലഭിക്കും എന്നാണ് കണക്ക്. അതുകൊണ്ട് റബ്ബർ ഉൽപാദക സഹകരണ സംഘം വഴി റബ്ബർ കർഷകർക്ക് തേനീച്ച വളർത്തലിന് 4000 രൂപ വരെ ഒരു വർഷം സബ്സിഡി റബ്ബർ ബോർഡ് നൽകുന്നുണ്ട്. കർഷകർ ഉത്പാദിപ്പിക്കുന്ന തേനും കോളനിയും എത്രയുണ്ടെങ്കിലും അതും സൊസൈറ്റി സ്വീകരിക്കും. അതുകൊണ്ട് തേൻ വിപണനം ഒരു പ്രശ്നമാകാറില്ല. വാസ്തവത്തിൽ തേനീച്ചകൾ നമ്മോട് ഇണങ്ങി വളരുകയല്ല, അവയുടെ ജീവശാസ്ത്രം അറിഞ്ഞ് അവയ്ക്ക് ആവശ്യം വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്ത് നാം അവയെ വളർത്തുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്കും വൃദ്ധർക്കും കുട്ടികൾക്ക് പോലും ഇവയെ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ നല്ല വരുമാനം നേടാൻ സാധിക്കുന്നു എന്നതുമാണ് തേനീച്ച കൃഷിയുടെ പ്രത്യേകത. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുമാവ് തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് 20,000 രൂപയുടെ ധനസഹായം. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിവയിൽ പരിശീലനം. വേരുകൾ ചേർത്ത മരച്ചീനി കൃഷിയിൽ വിളവർദ്ധനവ്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കൃഷിക്കും കശുമാവ് നഴ്സറി ഉണ്ടാക്കുന്നതിനും സാങ്കേതിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകും. കശുമാവ് തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഒരു വ്യക്തിക്ക് പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം നൽകുന്നു. 15,000 രൂപയാണ് ഒറ്റത്തവണ സബ്സിഡി. ഇതുകൂടാതെ വനം വകുപ്പിന്റെ എന്റെ മരം തീരവനം പദ്ധതികളിൽ കശുമാവിനെ ഉൾപ്പെടുത്തും. പുതിയ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് തൈയുടെ വില ഉൾപ്പെടെ 20,000 രൂപ ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ, ഏജൻസി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ, ബീച്ച് റോഡ്, കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. കൃഷി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി ആൻഡ് ഫ്ലോറികൾച്ചർ സെന്ററിൽ നേന്ത്രൻ, ഉദയം, സാൻസിബാർ, എങ്കാബി തുടങ്ങി വിവിധയിനം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 41 37 39 എന്ന നമ്പറിൽ വിളിക്കുക. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലെ വിജ്ഞാന വ്യാപന വിഭാഗത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഹ്രസ്വകാല പരിശീലനം നൽകുന്നു. 3 ദിവസത്തെ പരിശീലനത്തിന് 1,500 രൂപയാണ് ഫീസ്. ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ 3 ബാച്ചുകളാണ് ഉള്ളത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലും നഴ്സറി, ടിഷ്യൂ കൾച്ചർ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. വിളിക്കേണ്ട നമ്പർ 8086 405476. മറ്റൊരു നമ്പർ 8645 420575. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23-ാം തീയതി കാട വളർത്തലിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04-829 234323 എന്ന നമ്പറിൽ വിളിക്കുക.
മൈക്കോറൈസ വേരുകുമിൾ ചേർത്ത മരച്ചീനി കൃഷിയിൽ വൻ വിളവ്. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് പുതിയ പരീക്ഷണത്തിന് രൂപം നൽകിയത്. വേരുകുമിൾ മണ്ണിലെ ഫോസ്ഫറസിന്റെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ലഭ്യത കൂട്ടുമ്പോൾ മരച്ചീനിയുടെ എണ്ണവും വലിപ്പവും കൂടുന്നതായി കാണുന്നു. മരച്ചീനിയിൽ 20% വരെ വിളവർദ്ധനവാണ് മൈക്കോറൈസ ഉണ്ടാക്കുന്നത്. മരച്ചീനി കർഷകർക്ക് മൈക്കോറൈസ പരീക്ഷിക്കുന്നതിന് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിലെ പാൻ പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയുടെ വിത്തുകൾ ലഭ്യമാണ്. ബയോ കൺട്രോൾ ഏജന്റായ ടൈക്കോഡ്രൈമയും ഇവിടെ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447389745 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8,200 രൂപ, കോഴിക്കോട് 8,700 രൂപ, തൃശൂരിൽ 8,100 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,600 രൂപ, കോഴിക്കോട് 5,400 രൂപ. കൊപ്ര തൃശൂരിൽ 5,590 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69,600 രൂപ, ഗാർബിൾഡ് 72,600 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലത്ത് 10,400 രൂപ, ഈറോഡിൽ 10,600 രൂപ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,300 രൂപ, 4 ഗ്രേഡ് 13,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,300 രൂപ, 4 ഗ്രേഡ് 13,600 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8,200 രൂപ, കൊപ്ര 5,590 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69,600 രൂപ, ഗാർബിൾഡ് 72,600 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 12,000 രൂപ. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 190-നും 220-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 400-നും മധ്യേ. ജാതിപത്രി 550-നും 1,000-നും മധ്യേ. ഗ്രാമ്പു 740 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13,300 രൂപ, 4 ഗ്രേഡ് 13,700 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 10,000 രൂപ. ഇനി കമ്പോള അവലോകനം. കുരുമുളക് കാഴ്ചവെച്ച മുന്നേറ്റം കർഷകരുടെയും സ്റ്റോക്കിസ്റ്റുകളുടെയും ആത്മവിശ്വാസം ഉയർത്തി. വരും മാസങ്ങളിൽ മുളക് വില വീണ്ടും ഉയരുമെന്ന നിഗമനത്തിൽ കാർഷിക മേഖല വിൽപ്പനയിൽ നിന്ന് അകന്നത് ചരക്ക് ക്ഷാമം സൃഷ്ടിച്ചു. കുരുമുളക് കിലോ 726 രൂപയിലാണ്. അതേസമയം വിദേശത്ത് നിന്ന് മുളകിന് ആവശ്യക്കാരില്ല. ഉൽപാദന മേഖലകളിൽ ഏലക്കയുടെ ലഭ്യത ചുരുങ്ങി. പ്രതികൂല കാലാവസ്ഥ വിളയെ ബാധിച്ചതോടെ ലേല കേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവിലും ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ഇന്ന് ശാന്തപാറയിൽ ആകെ 35 ടൺ ചരക്കിന്റെ കൈമാറ്റമാണ് നടന്നത്. മികച്ച ഇനങ്ങൾ കിലോ 880 രൂപ. റബ്ബർ ഉൽപാദന മേഖല വേനൽ മഴയെ ഉറ്റുനോക്കുന്നു. മഴ അനുഭവപ്പെട്ടാൽ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപാദകർ. നാളികേരപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ലെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർന്നു. ചുക്ക്, മഞ്ഞൾ, ജാതിക്ക വിലകൾ സ്ഥിര നിലവാരത്തിൽ നീങ്ങുകയാണ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.